കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഈ ജിയോയുടെ എയർ ഫൈബർ ഉപയോഗിക്കുന്ന പല ആളുകൾക്കും സ്പെഷ്യൽ ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ പല കസ്റ്റമേഴ്സിനും അത് അറിയില്ല. ഈ സ്പെഷ്യൽ ഓഫറുകൾ എങ്ങനെയാണ് ചെയ്യുകയെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ, ഞാനൊക്കെ ഇഷ്ടംപോലെ കണക്ഷൻ കൊടുക്കുന്നുണ്ട്. ഈ പല ആൾക്കാർക്ക് റീചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല. എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഓഫറുണ്ട്. എന്ന് പറഞ്ഞാൽ 1 മാസത്തെ റീചാർജ് ചെയ്താൽ 2 മാസം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഭൂരിപക്ഷം കസ്റ്റമേഴ്സിനായി ഒരു ഓഫറാണ് കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മുമ്പ് വരെ പകുതി പൈസ ചെയ്ത 1 മാസമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, 1 മാസത്തിന് 2 മാസം കിട്ടും. അടിപൊളി ഓഫറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റും ചാനലും OTT ഒക്കെ കിട്ടുമ്പോൾ ഇതൊരു അടിപൊളി ഓഫർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ ഓഫർ നിങ്ങൾ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മൈ ജിയോൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. മൈ ജിയോ നിങ്ങൾ കണക്ഷൻ കൊടുത്ത മൊബൈൽ നമ്പർ ഏത് കമ്പനിയുടേതായിക്കോട്ടെ, അത് ലോഗിൻ ചെയ്യുമ്പം ജിയോ ഹോം എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. എന്നാൽ മൈ ജിയോൻ്റെ ആപ്പ് എടുക്കുമ്പോൾ മൈ ജിയോ നിങ്ങൾക്ക് ഒരു ഓഫർ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ മൈ ജിയോൻ്റെ ഈ ആപ്ലിക്കേഷനാണ്. മൈ ജിയോൻ്റെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ജിയോ ഹോം വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പലരും ശ്രദ്ധിക്കില്ല, ഇങ്ങനെ റീചാർജ് ചെയ്ത് അങ്ങ് പോവുക ചെയ്യുക. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുകളിൽ ഇങ്ങനെ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടാവും. ജിയോ ഹോം റീചാർജ് ഓവർ ഡ്യൂ സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ 1414 പകരം 707 ചെയ്താൽ ഗെറ്റ് 2 മന്ത് കണ്ട് നിങ്ങൾ റിയാക്ട് ചെയ്യുമ്പോൾ കട്ടായി കിടക്കുന്ന ആൾക്കാർക്കുള്ള ഓഫറാണ്. കട്ടായി കിടക്കുന്ന അധികമൊന്നും കട്ടാകണ്ട. എൻ്റെ ഈ ഒരു ഓഫർ ഇന്നലെ കട്ടായിട്ടേ ഉള്ളൂ, പക്ഷേ എനിക്ക് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇവിടെ ക്ലെയിം നൗ എന്ന് കൊടുക്കുക. നേരെ ക്ലിക്ക് ചെയ്യുക ക്ലെയിം നൗ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ബോക്സ് നമ്പർ കാര്യങ്ങളൊക്കെ വരും. നേരെ ഞാനിത് ഓൾറെഡി റീചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5-6 മണിക്കൂർ കൊണ്ട് അപ്ഡേറ്റ് ആവും. നേരെ ഉണ്ടാകും. നിങ്ങൾ ഗൂഗിൾ പേ ഇവിടെ ക്ലിക്ക് ചെയ്യുക, നേരെ ഗൂഗിൾ പേയിലേക്ക് പോവുക. ഗൂഗിൾ പേ നൗ കൊടുക്കുക, നേരെ നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്ക് അത് പോകും. വേണ്ട ഇനിയിപ്പോൾ അറിയാണ്ട് അടിച്ചു വയ്ക്കാൻ എനിക്ക് ഡബിൾ പൈസ വേണ്ട. അപ്പം ഇത് നേരെ പേ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് വർക്ക് ചെയ്യില്ല. അത് ഒരു 10 മിനിറ്റ് നേരം ഓൺ ചെയ്ത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ റൗട്ടറൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ റീചാർജ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പവർ മൊത്തം പ്ലഗ് ഡിസ്കണക്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഓൺ ചെയ്യുക. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു ഓഫറാണ്. ഈ ഒരു വീഡിയോ ഒരു പക്ഷേ നിങ്ങളുടെ കൂട്ടുകാരന്മാരിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ജിയോൻ്റെ എയർ ഫൈബർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പല ആൾക്കാർ ഇത് ഉപയോഗിക്കില്ല എന്നൊക്കെ പറയുമെങ്കിലും ദിവസം വരുന്ന കണക്ഷൻ്റെ എണ്ണത്തിനൊന്നും ഒരു കണക്കുമില്ല. എൻ്റെ ഏരിയയിൽ തന്നെ ഒരു 30 കിലോമീറ്റർ പരിധി തന്നെ ദിവസം വരുന്നുണ്ട് 14-15 കണക്ഷൻ. ഓൺലൈനിലൊക്കെ ബുക്കിംഗ് ആയിട്ട് ഡയറക്റ്റ് എടുക്കുന്ന കണക്ഷൻ വേറെ ഒന്നുണ്ട്. അപ്പോൾ അത്രയും കണക്ഷൻ പോകുന്നുണ്ട്. ആൾക്കാർക്ക് ഇതൊക്കെ പ്രോഫിറ്റായി തുടങ്ങി. കാരണം അത്രയും ഈ TV ഇൻ്റർനെറ്റ് പരിപാടികളൊക്കെ കണ്ടിരിക്കുന്ന ഒരു വീട്ടിലിപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലാത്ത വീടില്ല. അപ്പോൾ ഇൻ്റർനെറ്റ് OTTയും ചാനലും എല്ലാം കൊടുക്കുന്നുണ്ട്. ചാനലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 900-1000 ചാനൽ അവർ കൊടുക്കുന്നുണ്ട്. ആ ഒരു നെറ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ചാനലും സബ്സ്ക്രിപ്ഷൻ എടുക്കണ്ട. അപ്പം ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാനൊരു വയ്യൂല, കാരണം അടിപൊളി ഓഫറല്ലേ. അപ്പം ഇതുപോലെ ചെയ്യുക. നിങ്ങൾ വെറുതെ റീചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഓഫർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് അത് ക്ലെയിം ചെയ്യുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടോ എനിക്ക് മെസ്സേജ് അയക്കുക. വാട്സപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് കസ്റ്റമേഴ്സ്, ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുന്ന വീഡിയോ മാത്രമേ ഞാൻ എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ. എൻ്റെ ഏത് വീഡിയോ എടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഓക്കെ, താങ്ക് യു. പിന്നെ ഈ വീഡിയോന് ഹൈപ്പ് കൊടുക്കുക. ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കൂടുതൽ ആൾക്കാർ ഇതെത്താൻ ചാൻസ് ഉണ്ട്. ഹൈപ്പ് ഉപകാരപ്പെടുന്ന വീഡിയോ ആണല്ലോ ഹൈപ്പ് കൊടുക്കേണ്ടത്.